പുതിയൊരു വീട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏപ്രിൽ 1 നമ്മളവിടേക്ക് താമസം മാറും. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ പോകുന്നത് ഇതാണ് ആവി പറക്കുന്ന ചൂട് കണ്ട നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ കടയിൽ നിന്ന്. കഴിക്കാൻ ഇനി വയ്യ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. പുതിയൊരു വീട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏപ്രിൽ 1 നമ്മളവിടേക്ക് താമസം മാറും. അപ്പോൾ ഞാനിപ്പോൾ ഏജൻസിയിലേക്ക് പോകണം കേട്ടോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്കിനി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഏജൻസിയിൽ പോയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മൂവിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. മൂവിങ്ങിന് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി വിളിക്കണം, അതുകൊണ്ട് ആളെ വിളിക്കണം. അതുകൊണ്ട് പഴയ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനും ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വിളിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വീട്ടിലെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് പഴയ വീട്ടിലെ എല്ലാം പറഞ്ഞിട്ട് ബില്ലെല്ലാം നമ്മൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനിയും ആ വീട്ടിലെ എമൗണ്ട് എല്ലാം അടച്ച് സെറ്റിൽ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏപ്രിൽ 1 കേട്ടോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിയ ഉണ്ട് കൂടെ, അതുകൊണ്ട് തന്നെ കാച്ചുണ്ട് കേട്ടോ കൂടെ. ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ പോകുന്നത് സിഗ്നേച്ചറിലേക്കാണ് കേട്ടോ, സിഗ്നേച്ചർ ഹോട്ടലിലേക്കാണ്, ടെൻപർ ജ്വൽസിലുള്ള. അപ്പോൾ അവിടുന്ന് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. I'm so excited to go. You? Yeah. Oh, you so excited to go? Yeah, there. Oh, okay. Where? Where are you going? Where are you going now? To the to the hotel. The shop. To the shop. Yeah, and Not a shop. Hotel. hotel eat. Yeah. And then we eat each of ice cream. Oh, okay. When you have food, we can buy ice cream. Otherwise, no ice cream. അച്ഛൻ എന്ത് വേണ്ട കഴിക്കാൻ? ഗോതമ്പ് ദോശയാണോ വേണ്ടത്? അത് അമ്മ ഉണ്ടാക്കി തരും. ഗോതമ്പ് ദോശയോ? ഗോതമ്പ് ദോശയല്ല, അത് അരിദോശയാ. മസാല ദോശ. മസാല ദോശ വേണോ? വടയും ഉഴുന്ന് വടയാണോ വേണ്ടേ? ഓക്കെ. കാച്ചുവിന് നമ്മൾ ഇഡ്ഡലി വടയാണ് കേട്ടോ, കാച്ചിന് വേണമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി വട കാച്ചിന് വന്നിട്ടുണ്ട്. കാച്ചുവിന് ഇനി എന്ത് വേണ്ടേ? പഞ്ചസാര വേണോ? അവന് ഈ സമ്മന്തി ഇതൊന്നും സാമ്പാറൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതിൻ്റെ കൂടെ കഴിക്കാൻ പഞ്ചസാര ഇഷ്ടം. നല്ല ചൂട് വടയാണ് കേട്ടോ, കാച്ചുവിൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത്. കാരണം ആവി പറക്കുന്ന ചൂട് വട കണ്ട നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ വടയിൽ നിന്ന്. എങ്ങനെയുണ്ട് കാച്ചു? എങ്ങനെയുണ്ട് ഇഡ്ഡലി? എങ്ങനെയുണ്ട്? സൂപ്പർ. കത്തി വെച്ചൊക്കെ ഇഡലി മുറിച്ച് കഴിക്കുന്നുണ്ട് ഇവിടെ കാച്ചു. വട നല്ല മറ്റേ തക്കാളി ചമ്മന്തി കൂട്ടിയിട്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ, അടിപൊളി. ഒരെണ്ണം കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അങ്ങനെ നമ്മുടെ കപ്പ എത്തിയിട്ടുണ്ട് കേട്ടോ, കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇത്.
കപ്പ ബിരിയാണിയും കോഫിയും എത്തിയിട്ടുണ്ട് കേട്ടോ. കാച്ചുമ്പോൾ കോഫി എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിനി വരാനുള്ളത് മീൻ പൊള്ളിച്ചതും പൊറോട്ടയും ചിക്കൻ പൊരിയാണ് കേട്ടോ നമ്മളിനി ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് കഴിച്ചു നോക്കടി. കഴിച്ചു നോക്ക്. ചൂടുണ്ടോ? എരിവുണ്ടോ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. എരിവുണ്ട് അല്ലേ? സ്പൈസിയാണ്. നമ്മുടെ പൊറോട്ടയും മീൻ പൊള്ളിച്ചതും വന്നിട്ടുണ്ട് കേട്ടോ. മീൻ പൊള്ളിച്ചൊന്ന് ഓപ്പൺ ചെയ്തടി. എങ്ങനെയുണ്ടാന്ന് നോക്കട്ടെ. എന്താ മോനെ പറ. അത് വേണോ? കാച്ചു ഗെയിം കളിക്കുന്ന സാധനം ഗെയിമും കൊണ്ടൊക്കെയാണ് കേട്ടോ. ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഓപ്പൺ ചെയ്ത്. കിടക്കാച്ചാണ് കേട്ടോ. എത്ര ഗെയിം ഉണ്ട്? 8 108. നമ്മുടെ മീൻ പൊള്ളിച്ചത് എത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. കഴിച്ചടി. ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയ പൊറോട്ടയും മീനൂടെ. നല്ല ചൂടാണല്ലേ? നല്ല ചൂടാണ് കേട്ടോ. അതാ ആവി പറക്കുന്നുണ്ട. നല്ല സൂപ്പർ ചൂടാണ് കേട്ടോ. നല്ല ഫ്രഷ് സാധനം. ഗ്രേവി വെച്ചൊന്ന് പിടിച്ച് നോക്കി. എങ്ങനെയുണ്ട് ഗ്രേവി? എങ്ങനെയുണ്ട്? സ്പൈസി ആണോ? കുഴപ്പമില്ല. മീൻ എങ്ങനെയുണ്ട് നോക്ക്. മീനിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കാം. എങ്ങനെ മീനിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓ, അതിൻ്റെ ആവി ഉറക്കുന്നുണ്ട്. ചൂട്, നല്ല ചൂട് സാധനമാണ് കേട്ടോ. കഴിച്ചു നോക്കി. എങ്ങനെ ഉണ്ടേ? മീൻ എങ്ങനെയുണ്ട്? മീനിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കൊള്ളാം അല്ലേ? സൂപ്പർ സാധനം അല്ലേ? അപ്പം ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കാം. ഞാനൊരു ചെറിയ പൊറോട്ടയുടെ പീസും കുറച്ച് മീനിൻ്റെ കഷ്ണം കൂടെ എടുക്കണം കേട്ടോ. നല്ല ചൂടാണ് മീൻ. നല്ല ചൂടാണ് കേട്ടോ. സൂപ്പർ ചൂടാണ്. ചെറിയ മീനിൻ്റെ ഒരു പീസും അതിൻ്റെ നല്ല ഗ്രേവിയും കൂടെ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മീൻ കൊള്ളാം കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ മീനങ്ങനെ വലിയ സ്പൈസി ആയിട്ടുള്ള ഒന്നുമല്ല ഗ്രേവി. കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നോർമൽ ഗ്രേവിയാണ്. ഓക്കെയാണ് കേട്ടോ. മീൻ ഓക്കെയാണ്. സൂപ്പറാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം ഒരു ഐസ്ക്രീം, കാച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകണം കേട്ടോ. എനിക്കും അമ്മയ്ക്കും അച്ഛയ്ക്കും ആണോ വേണ്ടേ ഐസ്ക്രീമോ? 3 പേർക്കും വേണം. നമുക്ക് ഫോട്ടോ എടുക്കാം. 3 പേർക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങളിനി ഐസ്ക്രീം മേടിക്കാനായിട്ട് പോകണം കേട്ടോ. ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇറ്റാലിയൻ ഷോപ്പാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഐസ്ക്രീം വലുതായിട്ട് ഒടിഞ്ഞു പോയി കേട്ടോ. ഐസ്ക്രീം 2ആയിട്ട് ഇതാ ഇപ്പോൾ ഈ പാത്രത്തിൽ ഇട്ട് കഴിച്ചോണ്ടിരിക്കുക. കഴിച്ച് കഴിക്കാൻ ഇനി വയ്യ. ഒരു കഴുത്തിന് വേണ്ടി ഇവിടെ വരെ ഫുഡ് വന്നേക്ക. കഴുത്തിന് വേണ്ടി ഇവിടെ വരെ ഫുഡ് വന്നേക്ക. കഴിച്ച് തീരുന്നില്ല. ഇതിനെ ഞാൻ എങ്ങനെ വീട്ടിൽ വരെ എത്തിക്കുമോ ദൈവത്തിനറിയാം. ഇവിടെ ഇത്തിരി എടുത്തുണ്ട്. അവൻ്റെ കൂടെ എനിക്ക് തന്നെ കഴിച്ചോളാൻ പറഞ്ഞു.
എൻ്റേത് ഞാൻ അവര് മോനെ കുടിക്കാൻ വയ്യ. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇത് തന്നെ കഴിച്ച് കഴിയണമെങ്കിൽ ഒരു അരമണിക്കൂർ പിടിക്കും. അപ്പോൾ പിന്നെ കാണാം. അച്ചു കൊള്ളാമോ? മിൽക്ക് ഷേക്ക് കൊള്ളാമോ? എന്ത് ഷേക്കാ? സ്ട്രോബെറി ആൻഡ് വനിലയോ? കാച്ചുന് ഇതാ മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഫൈവ് ഗൈസിൽ കയറിയിട്ട് മിൽക്ക് ഷേക്ക് മേടിച്ചിട്ട് പോവാന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഷേക്കൊക്കെ മേടിച്ചിട്ട് കാച്ചു കൂടെ കിടന്ന് ഭയങ്കര ബഹളം, കാച്ചുനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇതാ വീട്ടിലേക്ക് പോകാൻ തുടങ്ങണം കേട്ടോ. നേരെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മളിതാ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.